സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ യേശുവിനെ രക്ഷിതാവും നാഥനുമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ശ്ലീഹന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം 1 പത്രോസ് 3:15 നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ജീസസ് ഈസ് മൈ ലോർഡ്. യേശു എൻ്റെ കർത്താവാണ്. ഇങ്ങനെ പറയുന്നതിൻ്റെ വില, ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നീക്കുന്നതിൻ്റെ പ്രസക്തി പല വിശ്വാസികൾക്കും അറിയാൻ പാടില്ല. യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ച് എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടായ ഒരു കാര്യമാണ്, യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ കുരിശുമരണം ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കുന്ന ഒരു ദൈവ പൈതലായി ഞാനും നിങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷണം ബൈബിൾ പറയുന്നുണ്ട്. അത് പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ഉം 25-ഉം തിരുലിഖിതങ്ങൾ. 1 Peter chapter 2 verses 24 and 25. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി യേശു നമ്മുടെ പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ചു എന്നുള്ളത് തീരെ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെയുള്ള എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വലിയ നിത്യ സത്യമാണ്, ഒരു സ്വർഗീയ സത്യമാണ്. ഏത് വിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് പ്രായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ആരോഗ്യമുള്ളവരാണെങ്കിലും ആരോഗ്യമില്ലാത്തവരാണെങ്കിലും, പഠിപ്പുള്ളവരാണെങ്കിലും പഠിപ്പില്ലാത്തവരാണെങ്കിലും, അട്ടപ്പാടി എന്നുള്ളവരാണെങ്കിലും അമേരിക്ക എന്നുള്ളവരാണെങ്കിലും, ഏത് കാലഭേദ വ്യത്യാസമില്ലാതെ സകല മർത്യരും കേൾക്കേണ്ട ഒരു ദൈവരാജ്യ ദൂതാണ്. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ യേശു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ അത് ഞാൻ നിങ്ങൾ അംഗീകരിച്ചാൽ ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. എന്താ റിസൾട്ട്? അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. പാപത്തിന് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഒന്ന് പാപത്തിന് മരിച്ച അവസ്ഥ, 2 ദൈവ പൈതലായി ജീവിക്കുന്ന അവസ്ഥ. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് യേശുവിനെ കർത്താവായി പൂജിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നാമത്തെ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ റിസൾട്ടിൽ ഒന്നാമത്തെ റിസൾട്ടാണ് നാം പാപത്തിന് മരിച്ച് ദൈവ പൈതലായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പാപത്തിന് മരിച്ച് ദൈവ പൈതലായി ജീവിക്കുന്ന അവസ്ഥ. എന്താ പാപത്തിന് മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപത്തിന് മരിച്ച അവസ്ഥ. ഇപ്പം നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് മക്കളെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു സംഭവം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, വായിച്ചതല്ല, ഒരു ചിത്രീകരണമാണത്. അതായത് ഒരു ദൈവദാസൻ ഒരു രാജ്യത്ത് സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് ആ ദൈവദാസൻ ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുമ്പം ഒരു നല്ല ബാനർ കണ്ടു.
ബാനർ കണ്ടപ്പോൾ ഇതെന്താ കഥയെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ടിക്കറ്റ് എടുത്ത് ആ ബാനറിൽ പറഞ്ഞിരിക്കുന്ന ഡോഗ് ഷോ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി. വിശേഷ ടൈപ്പായിട്ടുള്ള ഡോഗ് ഷോ ആണ്, നമ്മുടെ ഇവിടുത്തെ പോലെ ഡോഗ് ഷോ ഒന്നും അല്ല. വിസിൽ മുടങ്ങി കർട്ടൻ മാറി നോക്കുമ്പോൾ 10-40 തടിമാടൻ പട്ടികൾ, ഇങ്ങനെ പട്ടികളല്ല ഡോഗ്സ് ഇരിക്കുകയാണ്. അതിന് പട്ടി എന്നാണോ എന്താണെന്ന് വെച്ചൊക്കെ വിചാരിച്ചോ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവദാസൻ പല ഡോഗ്സിനെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ട്രെയിനിങ് കിട്ടിയ നല്ല പോലീസ് നായ്ക്കളെ പോലെയുള്ള നല്ല ഡോഗ്സാണ്. പാലും മുട്ടയും ഒക്കെ കൊടുത്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഡിസിപ്ലിൻ കൊടുത്തിട്ടുള്ള നല്ല നായ്ക്കളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇത് ഇത്രയും വലിപ്പമുള്ള നായ്ക്കളെയൊക്കെ ദേവദാസൻ വളരെ ചുരുക്കമായിട്ട് കണ്ടിട്ടുള്ളൂ. ചില ചാവാലിപ്പട്ടികളൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഷോ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇതാ ഒരു 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 പേടമാൻ കുട്ടി ഈ സ്റ്റേജിലേക്ക് ആ സംഘാടകർ അഴിച്ചു വിട്ടു. ഈ 10-40 ഈ ട്രെയിനിങ് കിട്ടിയ ഈ ഡോഗ്സിൻ്റെ മുമ്പിലേക്ക് ഈ പേടമാൻ കുട്ടി ഇങ്ങനെ വന്നപ്പോൾ ഈ ദേവദാസൻ അങ്കലാപ്പായി. ദൈവമേ, ഇതെന്തായിരിക്കും പരിപാടി എന്ന് വിചാരിച്ച് ദേവദാസൻ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ പേടമാൻ കുട്ടി ഈ ഡോഗ്സിൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതങ്ങോട്ട് കടന്നു പോയി. ഒറ്റ നായ്ക്കൾ പോലും ആ മാൻകുട്ടിയുടെ മേൽ ചാടി വീണില്ല. അപ്പോൾ ദേവദാസന് വലിയൊരു അപ്രീസിയേഷനായി. ഈ നായ്ക്കൾക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, കൺട്രോൾ ചെയ്ത് അതെല്ലാം നായ്ക്കൾ നല്ല ഡിസിപ്ലിൻ. അവിടെ ഇരുന്നു അനങ്ങിയിട്ടില്ല. എല്ലാത്തിനും നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അത് കൈയും കുത്തി അങ്ങനെ ഇരിക്കുകയാണ്. ഒറ്റ ഒരെണ്ണം അനങ്ങളില്ല. മാനെ കണ്ട് ചാടി വീഴണ്ടായിരുന്നു, പക്ഷെ ചാടി വീണില്ല, അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ദേവദാസൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ നായ ചാടി വീഴുന്നില്ലെങ്കിലും ഈ നായ്ക്കളുടെ എല്ലാം വായിൽ വേട്ടമൃഗത്തെ കണ്ടാൽ വേട്ടനായുടെ ഉള്ളിൽ വെള്ളം വേണ്ട മാതിരി വെള്ളമൊക്കെ വന്നേക്ക് അതൊക്കെ ഇറക്കിയിട്ട് പിന്നെ ഇങ്ങനെ നോക്കി തുറച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ക്രിസ്ത്യാനികളുടെ ആത്മീയ ജീവിതം ഇതുപോലെയാണ്. പാപത്തിൻ്റെ ആഗ്രഹം ഉള്ളിൽ കടന്ന് തിളച്ച് മറിഞ്ഞാലും, കുമ്പസാരം കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് പറയണത്, പാപത്തിൻ്റെ ആഗ്രഹം ഉള്ളിൽ കടന്ന് തിളച്ച് മറിയുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഈ ഡിസിപ്ലിൻ കിട്ടിയ നായ്ക്കൾ ഇരുന്ന മാതിരി കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ ആത്മീയ ജീവിതമെന്ന് ചിലർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. എന്ന് കൺട്രോൾ പോകണമെന്ന് നരകത്തിൽ കിടക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതല്ല നമ്മുടെ കർത്താവായ യേശു കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ച വിശുദ്ധ ജീവിതം. നമുക്ക് വേണ്ടി കർത്താവായ യേശു കുരിശിൽ മരിച്ച് പ്രഖ്യാപിച്ച വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. പാപത്തിന് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. പാപത്തിന് വേണ്ടി മരിച്ച അവസ്ഥ, പാപത്തിന് വേണ്ടി മരിച്ച് പാപം കണ്ടാലും പാപത്തോടൊന്നും തോന്നാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ ഈ ഭൂമിയിൽ സാധ്യമാണോ? ദൈവവചനം അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്ക് അത് സാധ്യമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പം നിങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് 1 മണിക്ക് 2 മണിക്കൊക്കെ പോകുന്നവരാണ്. നല്ല പൊരിയുന്ന വിശപ്പുണ്ട്. അങ്ങനെ വിശന്ന് പൊരിഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ റോഡിൻ്റെ നിങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് എത്തണ ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം ആരോ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം? ബിരിയാണിയാണെന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു ബിരിയാണി. ആ ബിരിയാണി ഇങ്ങനൊരു കുറേ വെച്ചിരിക്കുക, പക്ഷെ ഛർദ്ദിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ വിശന്ന് പൊരിഞ്ഞ് ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ്. ബിരിയാണിയാണ് അവിടെ കിടക്കണത്. പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? വല്ല പ്രലോഭനം തോന്നുമോ? ദൈവമേ, ധ്യാനം കൂടിയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കഴിക്കും. അങ്ങനെ ചിന്തിക്കോ? അത് ആ ഛർദ്ദിച്ചിട്ടിരിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥം കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് തോന്നും? ഉറക്കെ പറ, എന്ത് തോന്നും? ഒരു അറപ്പ് തോന്നും, അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ അറപ്പ് തോന്നണത്? എന്തെങ്കിലും നിയമം ഇവിടെ ഉണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് വല്ല നിയമം വെച്ചിട്ടുണ്ടോ? മറ്റൊരാൾ വിസർജിച്ചിരിക്കുന്നത് ആരും കഴിക്കരുത്,
ഇവിടെ നിയമമുണ്ടോ? മറ്റൊരാളുടെ വിസർജ്യം കഴിച്ചാൽ 10 വർഷം തടവും 50,000 രൂപ പിഴയും ഉണ്ടോ? ഇല്ല. ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ടാണോ കഴിക്കാത്തത്? അല്ല. ഇനി സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ കഴിക്കാത്തത്? പിന്നെ എന്തുകൊണ്ടാണ് അത് കണ്ടിട്ട് കഴിക്കാത്തത്? സമ്മാനത്തിന് വേണ്ടിയോ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയോ അല്ല നമ്മളത് കഴിക്കാത്തത്. പിന്നെ എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഈ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെയുള്ള വിസർജ്യ വസ്തുക്കൾ കണ്ടാൽ നൈസർഗികമായ ഒരു അറപ്പ്. അതിന് നിയമം നോക്കണ്ട, റീസണിങ് നടത്തണ്ട, അത് കഴിച്ചാൽ വല്ല രോഗമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേണ്ട. അങ്ങനെ നമ്മളൊരു റീസണിങ് നടത്തേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ ഒരു അറപ്പം അങ്ങോട്ട് തോന്നും, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അതിൻ്റെ റീസണും നമ്മൾ അന്വേഷിക്കുന്നില്ല, വേണ്ട, ഇത്രേ ഉള്ളൂ. ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്, അത് കാണുമ്പം തന്നെ ഒരു അറപ്പ്, ഒരു വെറുപ്പ്. നമ്മളെന്നെ അറപ്പോടെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ വെറുപ്പോടെ ഉപേക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ സത്യമായും കർത്താവ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പാപത്തെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ഉയർത്തുന്ന വിധം ശ്രേഷ്ഠമാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ വിശ്വാസം എവിടെ കിടക്കണം? യഥാർത്ഥ സ്ഥിതി എവിടെ കിടക്കണം? ഹല്ലേലൂയ. നമ്മളിൽ പലരും, നമ്മളിൽ നിരവധി പേര് പാപത്തിന് മരിച്ചവരല്ല. പാപത്തിൻ്റെ മേൽ കൺട്രോൾ ചെയ്ത് നടന്നിട്ട് വിശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുക. ഒരു വിശുദ്ധി അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കണം. കൺട്രോൾ മാത്രമേ ഉള്ളൂ. എന്ന് കൺട്രോൾ പോകണം, അന്ന് വിശുദ്ധി പോകും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തെ സംബന്ധിച്ച് മരിച്ച ഒരവസ്ഥയുണ്ട്. 1 യോഹന്നാൻ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. കാരണം നൈസർഗികമായ ഒരു അരൂപി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ശരീരത്തിൽ. ദൈവത്തിൻ്റെ ചൈതന്യം, ഉന്നതമായ ചൈതന്യം, പരിശുദ്ധാത്മ ചൈതന്യം, യേശുവിൻ്റെ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. അവൻ വീണ്ടും ജനിച്ചവനായതുകൊണ്ട്, അവൻ ശരീരത്തിൽ നിന്ന് ജനനം കഴിഞ്ഞ് വീണ്ടും അവൻ ഒരു ദൈവ പൈതലായി വീണ്ടും ജനിച്ചവനായതുകൊണ്ട് അവന് പാപത്തിന് മരിച്ച അവസ്ഥയാണ്. പാപം ചെയ്യാൻ സാധ്യമല്ല. ഇനി ആ മനുഷ്യനോട് നിങ്ങളോട് പറയാണ്, എന്തായാലും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ കോരി കളയണം, 100 രൂപ അതൊക്കെ ഇത് കഴിച്ചോ. ഒരു പ്രലോഭനം, ഒരു നിർബന്ധമോ അല്ലെങ്കിൽ ഒരു പാരിതോഷികം തന്നാൽ കഴിക്കുമോ? അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട്, ദൈവചൈതന്യം അവനുള്ളത് കൊണ്ട്, അത് പാരിതോഷികം കൊടുത്താലും നിർബന്ധിച്ചാലും പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുന്ന അത്ഭുതമായ ശക്തിയാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിലുള്ള വിശ്വാസം, അത് വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന പ്രതിഭാസമാണ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങളിൽ നിക്കോദേമോസിനോട് പറയാണ്, അല്ലയോ നിക്കോദേമോസേ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പോലും നിനക്ക് കഴിയില്ല. നീ കൺട്രോൾ ചെയ്ത് വലിയ കൺട്രോളിൻ്റെ മനുഷ്യനാണ്. കൺട്രോൾ ചെയ്ത് നരകത്തിൽ കിടക്കാം. നിക്കോദേമോസ് തീരെ പൊട്ട പാപിയോ, കള്ളുപിടിയനോ, പെണ്ണുപിടിയനോ, മോശക്കാരനോ, ദുർമാർഗിയോ, അശുദ്ധനോ, ദുർവൃത്തനോ ആണെന്ന് വിചാരിക്കരുത്. നല്ല മനുഷ്യനാണ്, നല്ല ആളാണ്, ശ്രേഷ്ഠനാണ്, ഗുരുവാണ്, ജ്ഞാനിയാണ്, ഡീസൻ്റാണ്, അപ്രൈറ്റാണ്. നിന്റെ അപ്രൈറ്റ്നെസ്സും നിന്റെ നീറ്റ്നെസ്സും ഒന്നും സ്വർഗത്തിൽ എത്തിക്കുമെന്ന് വിചാരിക്കണ്ട. നീ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടോ? യേശു തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാൻ പോലും കഴിയുകയില്ല. നമ്മൾ വിചാരിക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അതൊക്കെ മനസ്സുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കേണ്ട. ഇവിടെ അനേകം പ്രായക്കാരും അനേകം ദേശക്കാരും ഇരിക്കുന്നുണ്ട്. സർവ്വപ്രായക്കാരും സർവ്വദേശക്കാരും സർവ്വഭാഷക്കാരും സർവ്വവിശ്വാസക്കാരും അറിയേണ്ട ഒരു സത്യമുണ്ട്. യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല.
അവൻ്റെ മേൽ ദൈവകോപം ഇരിക്കുന്നു. അവൻ്റെ മേൽ ദൈവകോപം ഇരിക്കുന്നു. ഇപ്പം നിങ്ങൾ കാര്യം ചെയ്യുക, പുണ്യപ്രവൃത്തി ചെയ്തു, പരസ്നേഹ പ്രവൃത്തി ചെയ്തു, പരിത്യാഗ പ്രവൃത്തി ചെയ്തു, ഉപവാസം എടുത്തു, നോമ്പെടുത്തു, കൺട്രോൾ ചെയ്തു, ഇത് ഇവിടം വരെ എത്തി. നിങ്ങൾ ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കാതെ അങ്ങനെ നടന്നു ജഡപ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ശരീരത്തിൽ ജനിച്ച അതേ ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നടക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മേൽ ദൈവകോപം ഇരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവൻ ആരോ അവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല. അവൻ്റെ മേൽ ദൈവകോപം ഇരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ശരിക്കും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നോക്കിക്കോ, മരിക്കുന്നതിന് മുമ്പ് എത്ര നേരത്തെ നോക്കിയോ അത്രയും നല്ലതാണ്. ശരിക്കും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് തരുന്ന ഒരു വലിയ കൃപയാണ് പാപസംബന്ധമായ കാര്യങ്ങളിൽ മരിച്ച ഒരവസ്ഥ. പ്രിയപ്പെട്ട സഹോദരൻ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതകാലത്ത് എന്നെങ്കിലും ആത്മാർത്ഥമായി യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാപത്തെ സംബന്ധിച്ച് മരിച്ച ഒരു വ്യക്തിയായിരിക്കും. ഏത് പാപത്തിൻ്റെ നടുവിലിട്ടാലും ആ പാപത്തിൻ്റെ നടുവിൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള, വിശുദ്ധനായി ജീവിക്കാനുള്ള ശക്തി നമുക്ക് തരുന്ന അത്ഭുത പ്രതിഭാസമാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ കണക്കാക്കുന്നില്ല. ഈ പുത്രനെ സ്വന്തമാക്കാൻ, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, യേശുവേ എന്ന് വിളിക്കാൻ, യേശുവേ എന്ന് പറഞ്ഞ് കരയാൻ നമ്മുടെ ഈ പാരമ്പര്യവും നമ്മുടെ ഈ ആഢ്യത്വവും നമ്മുടെ ഈ അഭിമാനവും സമ്മതിക്കുന്നില്ല. പത്രോസ്ലീഹ യേശുവിനെ രക്ഷിക്കാൻ നടന്ന മാതിരിയാണ് നമ്മുടെ സ്ഥിതി. എനിക്ക് യേശുവിൻ്റെ രക്ഷ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കരയാനും നിലവിളിക്കാനും യേശുവിൻ്റെ കുരിശുമരണത്തെ ധ്യാനിക്കാനും യേശുവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാനും നമുക്ക് പറ്റില്ല. അങ്ങനെ കരഞ്ഞാൽ, അങ്ങനെ നിലവിളിച്ചാൽ ഏത് മഹാഭാവിയാണെങ്കിലും രക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:24 വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. മരിക്കുന്നത് വരെ ആഗ്രഹം ഉണ്ടാവും, ഈ പാപം ഉപേക്ഷിക്കണം, ഈ തിന്മ ഉപേക്ഷിക്കണം, ഈ സ്വഭാവം ഉപേക്ഷിക്കണം. മരിക്കുന്നത് വരെ ആഗ്രഹം ഉണ്ടാവും നല്ല മനുഷ്യനാകാൻ. നടക്കുകയല്ല. അത് നടക്കാനുള്ള വഴിയാണ് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. ദൈവപുത്രനായ യേശു തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണെന്നും, യേശു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുവെന്നും, എൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്താൽ എൻ്റെ എല്ലാ പാപങ്ങളും നീക്കപ്പെട്ടുവെന്നും, ഇന്ന് ഞാൻ എൻ്റെ യേശുവിനും എൻ്റെ ജീവിതം സമർപ്പിച്ച് യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഞാൻ മനസ്സ് വെച്ചാൽ, ഞാൻ ഏത് ജാതിക്കാരനാണെങ്കിലും, ഞാൻ ഏത് ഭാഷക്കാരനാണെങ്കിലും, ഞാൻ ഏത് പ്രായക്കാരനാണെങ്കിലും, ഞാൻ ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് കൊടും മദ്യപാനിയാണെങ്കിലും, ഏത് കൊടും ഭാവിയാണെങ്കിലും, യേശുവിനെ ഞാൻ വിളിച്ച് കരഞ്ഞാൽ യേശു എൻ്റെ ഉള്ളിലേക്ക് വരുമെന്നും അവൻ മഹാകരുണയുടെ ദൈവമാണെന്നും, അതുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ കുരിശുമരണം എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുണയാണെന്നും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് യേശുവിനെ എൻ്റെ മുഴുവൻ പാപങ്ങളുടെയും പാപപരിഹാര ബലിയായി എൻ്റെ ഹൃദയം കൊണ്ട് വ്യക്തിപരമായി ഞാൻ എൻ്റെ ജീവിതത്തെ അംഗീകരിക്കണം. എഴുന്നേറ്റ് നിൽക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-12 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാണ്. വിശുദ്ധിയുടെ ഒരു ഉയരങ്ങളിലേക്ക് ദൈവം യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയെ പ്രതി സൗജന്യമായിട്ട് തരുന്നതാണ് വിശുദ്ധി. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ പാപ പരിഹാര ബലിയായി ആരാധിക്കുക എന്നുള്ളതാണ്. യേശുവിലുള്ള വിശ്വാസം 4 ലെവലിലുണ്ട്. ഒന്നാമത്തെ വിശ്വാസമാണ് യേശു ഉണ്ടെന്നും യേശു ദൈവമാണെന്നും വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്ന പലരും ഇവിടെയുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പേരാണ് ഡോഗ്മാറ്റിക് ഫെയ്ത്ത്, തത്വത്തിലുള്ള വിശ്വാസം.
അത് നമുക്ക് മാത്രമല്ല പിശാചുക്കൾക്കും ഉണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2:19 പഠിപ്പിക്കുകയാണ്, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, പിശാചുക്കൾ അപ്രകാരം വിശ്വസിക്കുന്നു, മാത്രമല്ല അവ ഭയന്ന് വിറയ്ക്കുക കൂടെ ചെയ്യുന്നു. അപ്പോൾ ഡോഗ്മാറ്റിക് ഫെയ്ത്ത്, തത്വത്തിലുള്ള വിശ്വാസം ആരാ മുൻപന്തിയിൽ? നമ്മളാണോ പിശാചാണോ? മനസ്സിലാക്കുക. ഡോഗ്മാറ്റിക് ഫെയ്ത്ത് നമ്മളെ രക്ഷയിലേക്ക്, കാറ്റഗിസം ക്ലാസ്സിലൊക്കെ നമ്മളങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ദൈവം ഏകനാണ്, ദൈവം സർവ്വശക്തനാണ്, ദൈവം ഇവിടെയുണ്ട്, യേശു ഉണ്ട്, യേശു ദൈവമാണ്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മരിക്കുന്നത് വരെ വിശ്വസിച്ച് നരകത്തിൽ കടക്കാം. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. വിശ്വാസം രണ്ടാമത്തെ ലെവലാണ് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. യേശുവിനെ വിളിക്കുമ്പോൾ സൗഖ്യം. ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു, യേശുവേ യേശുവേ നിലവിളിച്ചു, ക്യാൻസർ രോഗം പരിപൂർണമായി മാറി, ശരീരത്തിൽ ക്യാൻസർ ഇല്ല. ആ അനുഭവം ഒരു നിസ്സാര കാര്യമല്ല, അത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. മൂന്നാമത്തതാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത്, അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം. യേശുവിൻ്റെ നാമത്തിൽ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ് തുരുതുരാന്ന് മഴ പെയ്യുക. അപ്പം എന്തായി? ഭയങ്കര ഒരു വിശ്വാസമല്ലേ അത്? അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം. തളർവാദ രോഗം ഇത് പിടിക്കുന്നു, വേഗം ചാടി എഴുന്നേൽക്കുന്നു. അത് ക്രിയേറ്റീവ് ഫെയ്ത്താണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസമാണ്. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. പ്രൈസ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ വെറുതെ കൈവച്ചാൽ മതി, രോഗികൾ സൗഖ്യം പ്രാപിക്കും. അത്ഭുതം ചെയ്തു, അതങ്ങനെ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. അത് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുമെന്നൊരു ഉറപ്പൊന്നുമില്ല. അതൊരു ശുശ്രൂഷയ്ക്കുള്ള അനേകം അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന അടയാളം മാത്രമാണ്. വിശ്വാസത്തിൻ്റെ നാലാമത്തെ ലെവലുണ്ട്, അതാണ് സാൽവിഫിക് ഫെയ്ത്ത്, രക്ഷ നൽകുന്ന വിശ്വാസം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവും എന്ന് പറഞ്ഞാൽ, എൻ്റെ യേശു ഈ ഭൂമിയിൽ വന്നുവെന്നും, എൻ്റെ യേശു എൻ്റെ മുഴുവൻ പാപങ്ങളും അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുവെന്നും, എൻ്റെ യേശുവിൻ്റെ കുരിശ് മരണത്താൽ എൻ്റെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി എൻ്റെ യേശു ഞാൻ സഹിക്കേണ്ട മുഴുവൻ വേദന സഹിച്ചുവെന്നും, യേശുവിൻ്റെ കുരിശ് മരണം വഴി എൻ്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്തുവെന്നും, ഇന്ന് ഞാൻ യേശുവിനെ വിളിച്ചാൽ എൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് സൗജന്യ പാപക്ഷമയുണ്ടെന്നും എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ പാപ പരിഹാര ബലിയായി ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ തൊട്ട് രക്ഷ ആരംഭിക്കും. അപ്പോൾ തൊട്ട് പിന്നെ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റാത്തവർ യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞവർ കരഞ്ഞ്, യേശുവേ ഞാൻ അങ്ങയുടെ കുരിശ് മരണത്തെ എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആ നാമം വിളിച്ച് കരഞ്ഞാൽ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അനുതാപം കിട്ടും, പശ്ചാത്താപം ഉണ്ടാവും, കുമ്പസാരക്കൂട്ടിലേക്ക് പോകാൻ തോന്നും, കുമ്പസാരിക്കാൻ തോന്നും, ആത്മാവ് നിത്യരക്ഷ പ്രാപിക്കും. നിത്യജീവൻ നൽകുന്ന നാമമാണ് യേശു എന്ന നാമം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ക്രൂശിതനായ യേശുവിനെ ധ്യാനിക്കണം. ഒരു നിസ്സാര കാര്യമല്ലാതെ. രണ്ട് കരങ്ങൾ ഉയർത്തുക. യേശു എനിക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ തകർന്നവനാണ്. എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ പുറത്ത് വീണ ചമ്മട്ടിയടി യേശുവിൻ്റെ ശരീരത്തിൽ യേശു ഏറ്റുവാങ്ങി. എൻ്റെ ശരീരം തകരേണ്ടതിന് പറഞ്ഞ് യേശുവിൻ്റെ ശരീരം തകർന്നു. എൻ്റെ മുഖത്ത് തുപ്പൽ വീഴേണ്ടതെന്ന് പറഞ്ഞ് യേശുവിൻ്റെ മുഖത്ത് തുപ്പൽ വീണു. യേശു എൻ്റെ പാപപരിഹാര ബലിയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എത്ര ഉറക്കെ യേശുവിനെ നാമം വിളിക്കാമോ അത്രയും ഉറക്കെ യേശുവിനെ നാമത്തെ വിളിക്കുക. യേശുവേ. ഇരു കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നു. യേശുവിന്റെ രൂപത്തിലേക്ക് നോക്കി വിളിക്കുന്നു. ശിരസ് മുതൽ പാദം വരെ തകർന്ന യേശുവിനെ കണ്ടുകൊണ്ട് വിളിക്കുക, യേശുവേ എന്റെ പാപത്തിലേക്ക് വരണമേ, എന്റെ തകർന്ന അവസ്ഥയിലേക്ക് വരണമേ, എന്റെ ആത്മാവ് നശിച്ച അവസ്ഥയിലേക്ക് വരണമേ, അനുതാപം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരണമേ, തഴക്കദോഷങ്ങളാൽ എന്റെ ആത്മാവ് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു.
ഉറക്കെ പറയാ ഹല്ലേലൂയ. നിറമിഴിയോടെ നിൽക്കുന്നു ഞാൻ, നീറുന്ന മനസ്സുമായി അരികിൽ വന്നു നീ, നിന്നാശ്വാസം പകരണേ. എന്നരികിൽ വന്നു നീ സാന്ത്വനം പകരണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എളിമപ്പെട്ട് വിശ്വാസത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പൂർവികർ ജീവിതത്തിൻ്റെ അടിത്തറകൾ തകർന്നപ്പോഴും വിശ്വാസത്തിൻ്റെ ബലത്തിൽ അവർ വീണ്ടും ജീവിതം പടുത്തുയർത്തി. 2 കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി. കുഞ്ഞുമക്കളും യുവതിവാക്ക് സാധിക്കുന്ന എല്ലാവരും മുട്ടുമേൽ നിന്ന് ജീവിക്കുന്നവനായ യേശുവിന് മുമ്പിൽ ഹൃദയം തുറങ്ങി നിലവിളിക്കുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുക. വിശ്വാസത്തിന് കൃപ നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. കർത്താവേ, ഹൃദയങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ കൃപ ചൊരിയൂ. ശൂന്യമായ ഹൃദയങ്ങളെ കാണണമേ. കൃപ ചൊരിയൂ. വിശ്വാസത്തിന്റെ തീ നിറയ്ക്കണമേ. കൃപ ചൊരിയൂ ദൈവമേ, സകല ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ദൈവ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ. ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ആത്മാവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾ